ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ചുരിദാറിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആയിട്ടാണ്. ഒരു എ ലൈൻ കുർത്തിയാണ് നമ്മളിവിടെ തയ്ക്കാൻ പോകുന്നത്. അതിൻ്റെ യോക്ക് ഭാഗത്തായിട്ട് ഒരു ചെറിയ ഡിസൈനും കൂടെ വന്നിട്ടുള്ള ഒരു കുർത്തിയാണ് തയ്ക്കുന്നത്. അതിനായിട്ട് നമ്മുടെ പതിവ് പോലെ നമ്മുടെ മെയിൻ ക്ലോത്ത് ഞാൻ 4ആയിട്ട് മടക്കിയിട്ട് നന്നായിട്ട് വിരിച്ചിടുന്നുണ്ട്. ഇതൊരു ജോർജറ്റിൻ്റെ ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് തെന്നിപ്പോവാതെ നമ്മൾ ശ്രദ്ധിക്കണം. തെന്നിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ അളവുകളെല്ലാം വ്യത്യസ്തമായി പോവുകയെ. അപ്പോൾ നന്നായിട്ട് വിരിച്ചിട്ട് ഞാനത് ജോർജറ്റ് ആയതുകൊണ്ട് തന്നെ നല്ല നമ്മുടെ പേൾപ്പിന്ന് കൊണ്ട് അതിന് നന്നായിട്ട് സെക്യൂർ ചെയ്യുകയാണ്. ഇല്ലെങ്കിൽ അത് ആർക്കായാലും അത് തെന്നിപ്പോവും. അപ്പം നമുക്ക് വേണ്ട വശങ്ങളിലെല്ലാം ഞാനത് വെച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ പതിവ് പോലെ നമ്മുടെ അളവുകൾ ഓരോന്നായിട്ട് മാർക്ക് ചെയ്യാം. 7 ഇഞ്ച് ഷോൾഡറും താഴേക്ക് 7 ഇഞ്ചും തന്നെ മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി ആം ഹോളിനായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ ചെസ്റ്റ് റൗണ്ട് 9.5യും 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ കൂട്ടി 11.5ക്ക് ഞാൻ ഇട്ടിട്ടുണ്ട്. ഇനി നമ്മുടെ ആം റൗണ്ട് വരയ്ക്കാം. അതിനായിട്ട് 1.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഫ്രണ്ട് പോർഷൻ ഒരു 1/2 ഇഞ്ച് കുഴിച്ച് മാർക്ക് ചെയ്യണം. അതിന് നമ്മുടെ ആ 7.5 ഇഞ്ചിൻ്റെ പാതി എടുത്തിട്ട് അവിടുന്ന് ഒരു 1/2 ഇഞ്ച് കുഴിച്ച് മാർക്ക് ചെയ്യുവാണ്. ഇനി നമ്മുടെ ഷേപ്പാണ് നോക്കുന്നത്. 11.5 ഇഞ്ചിൽ ഷേപ്പ് മാർക്ക് ചെയ്യുന്നുണ്ട്. അവിടുന്ന് സ്ലിറ്റിൻ്റെത് 20 ഇഞ്ചും മാർക്ക് ചെയ്യുന്നുണ്ട്. നമ്മുടെ വിഡ്ത്ത് 8.5 ഇഞ്ചും 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൊടുക്കുന്നു. അവിടുന്ന് 10 ഇഞ്ച് സ്ലിറ്റിൻ്റെ ആ വണ്ണവും 1 ഇഞ്ച് കൂട്ടി 11 ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് അങ്ങോട്ട് താഴേക്ക് വരയ്ക്കുകയാണ്. ഇവിടം വരെ എത്തിക്കഴിഞ്ഞിട്ട് ഇത് നമുക്കറിയാമല്ലോ, സ്ലിറ്റ് വരെ നമ്മൾ മാർക്ക് ചെയ്യുന്നതാണ്. എ ലൈൻ ആയതുകൊണ്ട് സ്ലിറ്റ് അല്ല, നമുക്ക് അങ്ങോട്ട് മാർക്ക് ചെയ്യണം. എത്ര വിഡ്ത്തിൽ നമുക്ക് വീച്ചിന് കിട്ടുമോ അങ്ങനെ അങ്ങോട്ട് മാർക്ക് ചെയ്യുവാണേ. അങ്ങനെ ഞാൻ വരച്ചിട്ടിട്ടുണ്ട്. ഇനി അതിൻ്റെ താഴെ എത്തുമ്പോൾ നമ്മളൊരു 3 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് ഒരു കർവ് ഷേപ്പിൽ അങ്ങോട്ട് മാർക്ക് ചെയ്യണം. കാര്യം ഇത് തൂങ്ങിക്കിടക്കും. ചിലപ്പോൾ ചിലർ തൂങ്ങിയതും വെട്ടില്ല, അത് ഒരു ഫാഷനാണല്ലോ. ഞാനിവിടെ 3 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് അത് കർവ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കത് കട്ട് ചെയ്തെടുക്കാവേ. നമ്മുടെ മാർക്ക് ചെയ്ത ഭാഗത്തൂടെ തന്നെ നമ്മൾ കട്ട് ചെയ്യുവാണ്. പിന്നെ എല്ലാവരും ഒന്നുകൂടെ ശ്രദ്ധിക്കണേ. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യണേ. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരത്തുള്ളൂ. എല്ലാവരുടെയും സപ്പോർട്ടാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ തൂങ്ങി കിടക്കുന്ന ആ ഒരു ഭാഗം കൂടി കട്ട് ചെയ്ത് മാറ്റുവാണേ. ഇപ്പം നമുക്ക് ഇങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത്. ഇനി നമ്മൾ ഇത് കറക്റ്റായിട്ടാണെന്ന് കണ്ടല്ലോ. ഇനി നമുക്ക് ബാക്ക് ഭാഗമാണ് എടുക്കുന്നത്. അതിൽ നമ്മുടെ വിഡ്ത്ത് കഴുത്ത് നെക്കിൻ്റെ 3 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. താഴേക്ക് 4.5 ഇഞ്ച് ലെങ്തിലും കൊടുത്തിട്ട് ബോക്സ് ടൈപ്പിൽ വരച്ചെടുത്തിട്ട് നമുക്കിഷ്ടമുള്ള ഷേപ്പ് അതിൽ മാർക്ക് ചെയ്യാം. നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ എപ്പോഴും റൗണ്ട് നെക്ക് തന്നെയാണ് ചൂസ് ചെയ്യുന്നത്. ഇനി നമുക്കത് കട്ട് ചെയ്ത് മാറ്റാം. ഇനി നമുക്ക് സ്ലീവാണ് കട്ട് ചെയ്യേണ്ടത്. അതിനായിട്ട് 10 ഇഞ്ചിൽ അടയാളപ്പെടുത്തിയിട്ട് എപ്പോഴും പോലെ തന്നെ 3.5 ഇഞ്ച് താഴേക്ക് മാർക്ക് ചെയ്ത് അവിടുന്ന് ഒരു സ്ലോപ്പായിട്ട് വരച്ചെടുക്കുക. ഞാൻ വരച്ചെടുക്കുന്നുണ്ട്. ഇത് ജോർജറ്റ് ആയതുകൊണ്ട് നമ്മൾ തെന്നിപ്പോകാതെ എപ്പോഴും ശ്രദ്ധിക്കണം. ഇനി ആ സ്ലോപ്പിൻ്റെ പകുതി കണ്ടിട്ട് അവിടുന്ന് ആ 3.5 ഇഞ്ച് അടയാളപ്പെടുത്തിയെടുത്തോട്ട് മാർക്ക് ചെയ്ത് കൊണ്ടുപോവുക. നമ്മുടെ ലെങ്തായിട്ട് എടുത്തത് 16 ഇഞ്ചാണേ. ഇനി ഒരു 7 ഇഞ്ച് വണ്ണം മാർക്ക് ചെയ്തിട്ട് അവിടുന്ന് ആ സ്ലോപ്പ് ആ മാർക്ക് ചെയ്തെടുത്തോട്ട് യോജിപ്പിക്കുവാണ്. ഇതെപ്പോഴും ചെയ്യുന്നത് തന്നെയാണ്, എല്ലാവർക്കും ഇതറിയാം. അതുകൊണ്ടാണ് ഞാൻ ഈ സ്പീഡിന് അങ്ങോട്ട് കാണിക്കുന്നത്. ഇനി നമുക്ക് ആ കട്ട് ചെയ്ത ഭാഗത്തൂടെ മാർക്ക് ചെയ്ത ഭാഗത്തൂടെ കട്ട് ചെയ്യാം. ജോർജറ്റ് ആയതുകൊണ്ട് തെന്നുന്നുണ്ട്. നിങ്ങൾ പിന്നൊക്കെ കുത്തിയിട്ട് ആ ഒരു സേഫ്റ്റി ഉറപ്പിച്ചിട്ട് വേണം നമ്മൾ മുറിക്കാൻ കേട്ടോ, അല്ലെങ്കിൽ എല്ലാം തെന്നിപ്പോകുവേ. എനിക്ക് എപ്പോഴും കട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളൊരു സാധനമാണിത്. തെന്നി അങ്ങ് പോകും. പിന്നെ എല്ലാവരും നന്നായിട്ടൊക്കെ ഇരിക്കുന്നുണ്ടോ? എൻ്റെ വീഡിയോസിൻ്റെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തണേ. എന്തെങ്കിലും മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിലും എല്ലാവരും അത് നമ്മുടെ കമൻറ്റിൽ പറഞ്ഞാൽ മാത്രമേ നമുക്കത് ചെയ്യാൻ പറ്റത്തുള്ളേ. ഇനി നമ്മുടെ സ്ലീവ് കട്ട് ചെയ്തിട്ട് അതിൻ്റെ നടുക്കായിട്ടൊരു നോച്ച് കൊടുത്തു. ഇനി ഇതാണ് നമ്മുടെ യോക്കിലേക്ക് എടുക്കാൻ വെച്ചിരിക്കുന്നത്. ഇതൊരു 4 ഇഞ്ച് വല്ലതും മതി, 1/4 മീറ്റർ തുണി വല്ലതും മതി കേട്ടോ. ഞാൻ അതിൻ്റെ ലെങ്തായിട്ട് എടുത്തിരിക്കുന്നത് 15.5 അപ്പോൾ അത് ചെയ്ത് വരുമ്പോൾ 14 ഇഞ്ചൊക്കെ കിട്ടുവേ. അതിന് ഞാനൊരു 5 ഇഞ്ച് വിട്ട് മാർക്ക് ചെയ്തിട്ട് ആ 15.5 ഇഞ്ച് കൊടുത്തിരിക്കുന്നതിലോട്ട്
കൊടുക്കാവേ. അതിന് ഞാനൊരു വി ഷേപ്പാണ് അടയാളപ്പെടുത്തുന്നത്. ആ വി ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുവാണ്. ഇതും ഒരു തിന്നുന്ന ടൈപ്പ് തുണി തന്നെയാണ് കേട്ടോ. അപ്പം നമ്മൾ അങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോൾ ഇതോ ഇങ്ങനൊരു ഷേപ്പാണ് കിട്ടുന്നത്. ഇനി നമ്മൾ ഇതിൻ്റെ സൈഡിലായിട്ട് നമ്മുടെ ആ തുണി ഉണ്ടല്ലോ, നമ്മുടെ മെയിൻ ക്ലോത്തിൻ്റെ ഒരു ഭാഗം ക്രോസ് പീസായിട്ട് കട്ട് ചെയ്തിട്ട് ഈ അരികിന് കൂടെ ഒരു പൈപ്പിംഗ് പോലെ ചെയ്യാവേ. ഇതാ ഇപ്പം ഇങ്ങനെയാണ് നമുക്ക് പൈപ്പിംഗ് ഞാൻ ചെയ്തെടുക്കുന്ന. ക്രോസ് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ അരികിലൂടെ ഈ തുണി ഇങ്ങനെ വെച്ചിട്ട് അടിച്ചു പോവുക. ഇങ്ങനെയാണ് ഞാൻ അടിച്ചെടുത്തിരിക്കുന്നത്. ഇനി നമ്മളത് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്യുക. നമ്മുടെ ആ തയ്യൽ തുമ്പിൽ തട്ടാതെ വേണം കട്ട് ചെയ്യേണ്ടത്. എന്നിട്ട് ഇതാ ഇങ്ങനെ അടിച്ചെടുക്കണമേ. ഇത് അടിച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കണേ, നമുക്കൊരു ചെറിയ വിധത്തിൽ മതി. ഒരു പൈപ്പിംഗ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, ആ രീതിയിൽ കിട്ടണം. ഇപ്പോൾ ഇതിനൊരു പെർഫെക്ഷൻ ആയിട്ട് തോന്നുന്നുണ്ടല്ലേ. ഇനി ഞാൻ ഫ്രണ്ട് നെക്ക് മാർക്ക് ചെയ്യുന്നത് ക്യാൻവാസ് പേപ്പറിലാണ്. അതിനായിട്ട് 3 ഇഞ്ചാണ് നമുക്ക് വേണ്ടത് വിഡ്ത്ത്. ഒരു 4 ഇഞ്ചിൽ ഒരു പേപ്പർ മാർക്ക് ചെയ്യുക. താഴേക്ക് ഞാൻ 6.5 ആണ് എടുക്കുന്നത്. ലെങ്ത് 6.5 മാർക്ക് ചെയ്യുന്നുണ്ട്. താഴേക്ക് അപ്പോൾ നമ്മുടെ ക്യാൻവാസ് പേപ്പറിൻ്റെ നീളം 7.5 എടുക്കണമേ. ഇനി അവിടോട്ടൊരു വി ഷേപ്പിൽ, ഇതിന് നെക്കിനും വി ആണ് കൊടുക്കുന്നത്. എന്നിട്ട് അതിൻ്റെ പാതി എടുത്തിട്ട് അവിടുന്ന് ഒരു വി എന്ന് പറയുമ്പോൾ ഇച്ചിരി വിഡ്ത്തായിട്ടുള്ള വി ആണ്. അപ്പോൾ ഇത് ഇങ്ങനെ മാർക്ക് ചെയ്തെടുക്കണം. ആ മാർക്ക് ചെയ്തെടുത്തുനിന്ന് 1 ഇഞ്ചിൽ നമുക്കൊരു മനസ്സിലായില്ല, ആ ഒരു ഇഞ്ച് വിഡ്ത്തിൽ കൂടെ മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിച്ചാൽ മതിയേ. ഇത് ഇങ്ങനെയാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. ബാക്കി ഭാഗമൊന്നും നമുക്ക് ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ ഷേപ്പ് ഇതാ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലാണല്ലോ നമ്മുടെ കഴുത്ത് വയ്ക്കുന്നത്. അപ്പോൾ അതിനായിട്ട് വേറൊരു തുണി എടുത്തിട്ട് അതിലേക്ക് നമ്മൾ അയൺ ചെയ്ത് വെക്കണം. ഒന്നുകിൽ അയൺ ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാവേ. എനിക്ക് എപ്പോഴും അയൺ ചെയ്തെടുക്കുന്നതാണ് സുഖമായിട്ട് തോന്നിയിട്ടുള്ളത്. ഞാനിത് അയൺ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഈ അയൺ ചെയ്ത ഭാഗം നമ്മുടെ ആ യോക്കിൻ്റെ ഭാഗത്തിൻ്റെ നല്ല വശത്ത് വെച്ചിട്ട് നമ്മൾ അടിച്ചെടുക്കണം. നമ്മുടെ ആ ക്യാൻവാസ് പേപ്പറിൽ ജസ്റ്റ് തട്ടുന്ന രീതിയിലായിരിക്കണമേ. അല്ലാണ്ട് അതിൻ്റെ പുറത്തുകൂടെ കറക്റ്റായിട്ട് കയറി സ്റ്റിച്ച് ചെയ്യരുതേ. ജസ്റ്റ് തട്ടുന്ന രീതിയിൽ ആ ഒരു നെക്കിൻ്റെ ആ ഒരു പോയിന്റ് വരുന്ന ഭാഗം വരുമ്പോൾ ഫൂട്ടർ പൊക്കി നിർത്തിയിട്ട് തിരിച്ചെടുത്തിട്ട് വേണം നമ്മൾ വീണ്ടും അടിച്ചെടുക്കേണ്ടതേ. അങ്ങനെ ഞാൻ അത് തയ്ച്ചെടുക്കുന്നുണ്ട്. അവിടെ ഞാൻ നമ്മുടെ ഒരു സെക്യൂർ ചെയ്യുന്നതിന് വേണ്ടി പിന്ന് കുത്തിയിട്ടുണ്ട് തെന്നിപ്പോവാതിരിക്കാൻ. എന്നിട്ടിപ്പോൾ അതുപോലെ നമ്മുടെ നെക്ക് എങ്ങനെയാണോ കട്ട് ചെയ്തെടുക്കുന്നത് അതുപോലെ ആ ഒരു നടുക്ക് വരുന്ന ആ തുണി കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. എന്നിട്ട് ഓരോ കട്ടിങ് കൊടുക്കണം. ആ ഒരു തിരിഞ്ഞ് വരാൻ വേണ്ടി, പെർഫെക്റ്റായിട്ട് തിരിഞ്ഞ് വരാൻ വേണ്ടി നമുക്ക് പറ്റുന്ന പോലെ തയ്യൽ കൊള്ളാണ്ട് കട്ട് ചെയ്തെടുക്കണം. ഇനി നമുക്ക് തിരിച്ചിടാവേ. ഇപ്പം നമ്മുടെ നെക്ക് ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് നമ്മുടെ മെയിൻ പാർട്ടിലോട്ട് ചെയ്യാം. അതിന് ലൈനിങ്ങും നമ്മുടെ മെയിൻ ക്ലോത്തും കൂടെ ഇട്ടിട്ട് ലൈനിങ്ങിൻ്റെ ഭാഗത്തേക്ക് ഇത് നമ്മുടെ യോക്കിൻ്റെ ഭാഗം വെച്ചിട്ടാണ് അടിച്ചു കൊടുക്കുന്നത്. എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ ഫൂട്ടർ പൊക്കി കറക്റ്റായിട്ട് നെക്ക് അടിച്ചെടുക്കുന്നുണ്ട്. ഇങ്ങനെയാണ് അടിച്ചെടുക്കുന്നത്. ശ്രദ്ധിച്ച് വേണം ചെയ്യേണ്ടത്, ഈ തുണി തെന്നിപ്പോകും. അപ്പം നമ്മൾ അധികം സ്പീഡൊന്നും മറ്റ് സാധാ തുണി ചെയ്യുന്ന പോലെ സ്പീഡൊന്നും കൂട്ടരുത്. ശ്രദ്ധിച്ച് വേണം നമ്മളിത് അടിച്ചെടുക്കാൻ. ഇപ്പോൾ ആ നടുക്ക് വരുന്ന ആ ക്ലോത്തൊക്കെ കട്ട് ചെയ്തെടുത്തിട്ട് ഓരോ ഇഞ്ച് കട്ട് ചെയ്ത് കൊടുത്തിട്ട് നമ്മളിതാ നെക്ക് ഇങ്ങനെ എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ബാക്ക് നെക്കുമായിട്ട് ബാക്കും ഫ്രണ്ടും കൂടെ ഷോൾഡർ തമ്മിൽ ജോയിൻ ചെയ്യുകയാണ്. അത് നമ്മൾ എന്നും ചെയ്യുന്ന പോലെ തന്നെ ലൈനിങ്ങിൻ്റെ തുണിയും ഇതുമായിട്ട് മെയിൻ ക്ലോത്തിൻ്റെ തുണിയും കൂടെ വെച്ചിട്ട് ഷോൾഡർ ഭാഗം അടിച്ചെടുക്കുവാണ്.
രണ്ട് വശവും നമ്മളങ്ങനെ അടിച്ചെടുക്കുന്നുണ്ട്. ഇതെന്നും കാണിക്കുന്നതുകൊണ്ടാണ് ഞാനിത് അധികം പറയാത്തത്, അല്ലെങ്കിൽ വീഡിയോയുടെ ലെങ്ത് കൂടും, നിങ്ങൾക്കങ്ങ് ബോറടിക്കും, അതുകൊണ്ടാണേ. സത്യത്തിൽ ഇത് എൻ്റെ കയ്യിൽ നിന്ന് പല വട്ടം തെന്നി പോകുന്നുണ്ട്. നമ്മുടെ ഷോൾഡറിനായാലും നമ്മുടെ സ്ലീവിനായാലും എപ്പോഴും 2 സ്റ്റിച്ച് വീതം കൊടുക്കണമേ. അപ്പോൾ മാത്രമേ അത് നമുക്ക് കറക്റ്റായിട്ട് നിൽക്കത്തുള്ളേ. ഒറ്റ സ്റ്റിച്ചല്ല ഇതിനൊന്നും കൊടുക്കണ്ട, 2 സ്റ്റിച്ച് വീതം കൊടുക്കുന്നുണ്ട് ഞാൻ. നിങ്ങളും അതുപോലെ 2 സ്റ്റിച്ച് വീതം കൊടുക്കണേ. ഇപ്പോൾ നമ്മുടെ 2 ഷോൾഡറും ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ഇങ്ങനെ അടിക്കുമ്പോൾ ഈ ഏറിയും കുറഞ്ഞും വരാതെ കറക്റ്റായിട്ട് കിട്ടും. ഇനി ഈ സമയത്താണ് നമ്മുടെ ബാക്ക് നെക്ക് നമ്മൾ ഒന്നുകൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. അല്ലാണ്ട് ആദ്യമേ നമ്മൾ ഫ്രണ്ട് നെക്ക് ചെയ്യുന്നത് പോലെ ബാക്ക് നെക്ക് ഒരിക്കലും ആദ്യമേ നമ്മൾ പതിച്ചടിച്ച് വെക്കല്ലേ. ഷോൾഡർ അടിച്ചതിന് ശേഷം മാത്രമാണ് നമ്മൾ ബാക്ക് നെക്ക് അടിച്ചെടുക്കുന്നത്. അതും നമ്മൾ വലിച്ചു പിടിച്ചൊരിക്കലും അടിക്കല്ലേ. പിന്നെ തുണി നീങ്ങാവുന്ന ആ ഒരു മിനിമം നമുക്ക് ഒരു ബലം അറിയാമല്ലോ, അതേ നമ്മളിതിൽ പ്രയോഗിക്കാവുള്ളേ. ഈ തുണി ആയതുകൊണ്ട് എൻ്റെ ആ നൂല് കുരുങ്ങിയാണ് ഇവിടെ കേട്ടോ. ചെറുതായിട്ടൊരു പോറലൊക്കെ പറ്റി. നിങ്ങൾ ചെയ്യുമ്പോൾ ധൃതി ഒന്നും കാണിക്കല്ലേ, എനിക്ക് പറ്റിയ പോലെ പറ്റും. ഇപ്പം നമ്മളിതാ ബാലൻസ് പൊങ്ങി നിൽക്കുന്ന നൂലുകളെല്ലാം നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ഇനി ഇതാ സ്ലീവാണ് ചേർക്കുന്നത്. സ്ലീവ് നമ്മുടെ ക്ലോത്തിൻ്റെ നല്ല വശവും സ്ലീവിൻ്റെ നല്ല വശവും കൂടെ ചേർത്ത് അടിക്കുവാണേ. എപ്പോഴും ആ സെൻറ്റർ ഭാഗത്തു നിന്നാണ് അടിച്ചു തുടങ്ങുന്നത്. ആ സെൻറ്റർ ഭാഗത്തു നിന്ന് അടിച്ച് താഴേക്ക് വന്നിട്ട് അവിടെ നിന്ന് നമ്മൾ ചെന്ന് ഫോട്ടർ പൊക്കിയിട്ട് വീണ്ടും തിരിഞ്ഞാണ് അടിച്ചു വരുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒറ്റ സ്റ്റിച്ചിൽ കൊടുത്തിട്ട് വീണ്ടും അടിക്കാം. ഞാൻ എപ്പോഴും ഇങ്ങനെ താഴെ വരെ അടിച്ച് വന്നിട്ട് അവിടെ നിന്നാണ് വീണ്ടും മുകളോട്ട് അടിച്ചു കൊടുക്കുന്നത്. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചെയ്യാവേ. എന്നാൽ ഇതിലാണ് എനിക്ക് കൂടുതലും ഈസിയും പെർഫെക്റ്റുമായിട്ട് വരുന്നതെന്ന് തോന്നിയിട്ടുള്ളത്. അപ്പം എൻ്റെ 2 സ്ലീവും വെച്ച് അടിക്കുന്നുണ്ട്. ഇടയ്ക്ക് മോൾ അവിടെ വന്ന് എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. ഇനി നമ്മുടെ സ്ലീവിൻ്റെ അടിവശം നമുക്ക് അടിച്ചു കൊടുക്കാം. 2 മടക്കിൽ വേണം അടിക്കേണ്ടത്. എന്നിട്ട് നമുക്ക് അടിച്ചു കൊടുക്കാവേ. മോള് വന്ന് എന്തൊക്കെയോ എന്നോട് ചോദിക്കുകയും പറയുകയും ചെയ്യുന്നുണ്ട്. ഞാൻ അതിനൊക്കെ ആൻസറും കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചടിക്കണം. ഇതും ഇങ്ങനെ ഈ ഭാഗം എത്തുമ്പോഴേ ഇവിടെ ഒരു സിംഗിൾ പീസാണല്ലോ, ബാക്കി എല്ലാം കൂടെ അടിയിൽ കിടക്കുമ്പോൾ നമുക്ക് തെന്നി താഴെ പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് വേണം അതൊക്കെ ചെയ്യേണ്ടത്. ഇപ്പോൾ നമ്മൾ ഇനി ബോഡി പാർട്ടാണ് അടിക്കേണ്ടത്. 2 സ്ലീവ് ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ സ്ലീവിൻ്റെ അവിടെ നിന്ന് അടിച്ച് തുടങ്ങാം. നമ്മുടെ ആം ഹോളിൻ്റെ പോയിൻ്റൊക്കെ കറക്റ്റായിട്ട് ഒരു വശത്ത് തന്നെയാണോ ഇരിക്കുന്നതെന്ന് നോക്കണം. എല്ലാം ചേർത്ത് പിടിച്ചിട്ട് വേണം നമുക്ക് ഓരോ പിന്നു വീതം അവിടെ കുത്തി കൊടുക്കാവേ. ഇത് തെന്നിപ്പോകുന്ന തുണി ആയതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. നമുക്ക് ഈ ഭാഗം എത്തുമ്പോഴേ നമ്മുടെ ഷേപ്പ് വരെ ഒരുമിച്ചടിച്ചിട്ട് പിന്നെ വേണേൽ സെപ്പറേറ്റ് ആയിട്ട് ലൈനിങ് വേറെ നമ്മുടെ മെയിൻ ക്ലോത്ത് വേറെ ആയിട്ട് അടിക്കാവേ. പക്ഷേ എനിക്ക് അത് ചെയ്യുന്ന അത്രയ്ക്ക് മടിയായതുകൊണ്ട് ഞാൻ ഒരുമിച്ച് തന്നെ അങ്ങ് അടിക്കുവാണേ. ആ ഷേപ്പ് വരെ നമ്മുടെ അത്യാവശ്യം ഒരു വണ്ണത്തിന് തയ്ച്ചിട്ട് പിന്നെ അങ്ങ് നൈസായിട്ട് അങ്ങ് തയ്ച്ച് വിട്ടാൽ മതിയേ. അധികം വിഡ്ത്തിൽ അടിച്ചു പോകണ്ട. ഇനി നമ്മുടെ മെയിൻ ക്ലോത്തിൻ്റെയും ലൈനിങ് ക്ലോത്തിൻ്റെയും അരികു വശം നമുക്ക് അടിച്ചെടുക്കാം. നമ്മൾ ഈ തുണി ആയതുകൊണ്ട് ആദ്യം ഒന്ന് അടിച്ചിട്ടാണ് പിന്നീട് മടക്കി വീണ്ടും അടിക്കുന്നത്. നമ്മുടെ കോട്ടൺ പോലെ ഒറ്റ മടക്കിനടിച്ചാൽ ഇതിന് ചുളുക്ക് വീഴും. ഇതിന് നമ്മൾ ആദ്യം ഒന്നടിച്ച് പിന്നൊന്നാണ് അടിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ചുരിദാറിൻ്റെ സ്റ്റിച്ചിങ് മുഴുവൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്.
ഇനി നമുക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാവേ. ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ നമുക്കിനി ഇതൊന്ന് ഇട്ട് നോക്കാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. തീർച്ചയായിട്ടും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്യണമേ. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു.